ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മളെ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിച്ചെടിയും ശാഖകളും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല രൂപത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതൊരു സത്യമാണ്. ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്നാണോ നിന്നു പോകുന്നത്? ആണെങ്കിൽ നമുക്ക് ഏറെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു. നമ്മുടെ എല്ലാ പാപഭാരങ്ങളും ഏറ്റെടുത്ത് അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു. 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. വിശുദ്ധ കുർബാനയായി നമ്മളോടുകൂടി ജീവിക്കുന്നു. അപ്പം കർത്താവ് ഈ ഭൂമിയിൽ ഒത്തിരി സഹിച്ചു. സഹനങ്ങളിലൂടെ എല്ലാം കടന്നുപോയാണ് കർത്താവ് നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടാറാണുള്ളത്. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ഒരു വെട്ടിയൊരുക്കലാണ്. പിതാവ് ഫലം എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ വെട്ടി നീക്കുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. ഈ വെട്ടിയൊരുക്കലുകളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളായി കടന്നു വരുന്നത്. അതിനെ സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശുദ്ധിയുള്ളവരാകുകയും നമ്മൾ ഏറെ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കർത്താവിൽ ഒന്നായി തീരുമ്പോൾ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. കർത്താവ് നമ്മുടെ അപ്പനാണെന്നുള്ള ഒരു അവസ്ഥയിൽ അപ്പനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ മകനെന്ന നിലയിൽ നമുക്ക് അപ്പൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അപ്പൻ ഒരു സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് കർത്താവ് യേശു മിശിഹാ തമ്പുരാൻ. സ്നേഹം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ പേര് സ്നേഹം എന്നാണ്. ഈശോയുടെ പേര് സ്നേഹമെന്നാണ്. സ്നേഹമാണ് സ്നേഹം. ആ സ്നേഹം അതേ അവസ്ഥയിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നമുക്ക് പങ്കുവയ്ക്കാൻ കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിത്തീരുന്നത്. അവിടെ ഉപാധികളില്ല. ഈശോയുടെ സ്നേഹത്തിന് ഉപാധികളില്ലാത്ത സ്നേഹമാണ്. നമ്മളുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മളുടെ അയോഗ്യതകളും എല്ലാം അറിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ്. നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്തെങ്കിലും യോഗ്യതയുണ്ടോ? കർത്താവാണ് നമ്മളെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളാക്കി തീർക്കുന്നത്. അവിടുന്ന് വളർത്തുന്നില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. നമ്മൾ ആരും ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, നമ്മൾ ആരും ആയിക്കോട്ടെ, നമ്മൾ എത്ര വലിയ പുള്ളിയായിരുന്നാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ, നല്ല ഫലം പുറപ്പെടുവിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തിന്മയുടെ വഴിയിലൂടെ തന്നെയായിരിക്കും. ഒന്നും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ശരിയായ തലത്തിൽ. നമ്മളോർക്കും എല്ലാം പൂർത്തീകരിക്കും, നമുക്ക് കുറച്ച് പണം സമ്പാദിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കും. പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടമാക്കി നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? ആത്മീയ രക്ഷ, നിത്യത നമ്മുടെ ഏറ്റവും വലിയ മുൻപിൽ നിൽക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കപ്പെടുന്നവരാണ്. അപ്പം നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. അപ്പം നമ്മളിലുള്ള അശുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. അതിന് നമുക്ക് ക്രിസ്തീയ മക്കളായ നമുക്ക് കർത്താവ് അതിനുവേണ്ടി കുമ്പസാരം എന്നൊരു കൂദാശ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കുമ്പസാരത്തിലൂടെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. അങ്ങനെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്ന് നല്ല വിശുദ്ധരായ മക്കളായി ജീവിക്കാം. അങ്ങനെ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം.
സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അങ്ങനെ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെ ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ ഭൂമിയിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.